ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച സംഭവത്തിൽ താലൂക്ക് ആശുപത്രി അധികൃതർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ലെന്ന് പിതാവ് ദിലീപിന്റെ പരാതി. രക്തപരിശോധനയിൽ കുഴപ്പമില്ലെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. എന്നാൽ ശ്വാസതടസ്സമുണ്ടെന്ന കാര്യം മകൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു. മകൻ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ ഡോക്ടർ നോക്കി നിൽക്കുകയായിരുന്നുവെന്നാണ് ദിലീപ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരൻ ദീക്ഷാലിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. നമുക്ക് ഈ പുറകിൽ കാണുന്നതാണ് വീട്. ഈ വീട്ടിനുള്ളിലാണ് പാമ്പ് കയറുകയും ദീക്ഷാലിനെ രാത്രി 2:30 കടിക്കുകയും ചെയ്തിരിക്കുന്നത്. പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഏകദേശം അരമണിക്കൂർ അവിടെ ചികിത്സ ശേഷം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയായിരുന്നു. അതിനിടയിലാണ് ദീക്ഷലാട് മരണപ്പെടുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ദീക്ഷലാടിൻ്റെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. എന്താണ് ആശുപത്രി അധികൃതർ നൽകുന്നത്? എന്തെങ്കിലും മറുപടി നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ അവിടെ രക്തപരിശോധന നടത്തിയെന്നൊക്കെ പറയുന്നു. എന്താണ് എന്തെങ്കിലും അറിവ് ഉണ്ടോ? ഞാൻ പ്രത്യേകിച്ച് അറിവൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അവർ ഈ സിംറ്റംസ് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ ബ്ലഡിൽ കാണിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ ശ്വാസം കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഛർദ്ദിച്ച് കഫം മണ്ടേ കയറി നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അപ്പോഴത്തേക്ക് അവർ ആ സമയത്ത് നല്ലൊരു ചികിത്സ കിട്ടിയില്ല. ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ അതിന് വേണ്ട ഒരു ഗൗരവം അവർ കാണിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അവിടെ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലായിരുന്നു എന്ന് പറയാൻ കാരണം. അത്രയും ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ആ ഒരു ഗൗരവത്തിൽ അവരെടുത്തില്ല. കാരണം കുഞ്ഞിനോടെ കൊണ്ടുവന്നൊരു 5 മിനിറ്റോളം അവരും കുഴപ്പമില്ലായിരുന്നു. കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഛർദ്ദിക്കണമെന്ന് പറഞ്ഞ് ഛർദ്ദിച്ചതിന് ശേഷമാണ് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത്. അതായത് ബ്ലഡ് ടെസ്റ്റ് അതിനിടയ്ക്കാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തത്. അപ്പോൾ ബ്ലഡിൽ കാണിക്കുന്നില്ല എന്നാണ്. ഓക്സിജൻ്റെ അളവ് ആദ്യം കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു. രണ്ടാമത് ചെക്ക് അപ്പോൾ കൈ തണുത്തിരിച്ചുകൊണ്ട് കുറവെന്ന് രണ്ടാമത് കൈ തുടച്ചിട്ട് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ബുദ്ധിമുട്ട് കാണിക്കുമ്പോഴും പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കുന്നില്ലെന്നാണ് പറഞ്ഞത്. തല കറക്കുന്നുണ്ട്, 2ആയിട്ട് കാണിക്കുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിന് ശേഷമാണ് ഇനി വൊമിറ്റിങ് വന്നത്. വൊമിറ്റിങ് വന്നതിന് ശേഷം പിന്നെ സംസാരമൊന്നും വെളി വന്നില്ല. ആ സമയത്ത് ഡോക്ടർ ചുമ്മാ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് സിസ്റ്ററാണ് പറഞ്ഞത്, വിളിച്ച് 108 വിളിച്ചിട്ട് കിട്ടിയില്ല, പുറത്തുനിന്ന് ഒരു ആംബുലൻസ് വിളിച്ചുകൊണ്ട് പോകാമെന്ന് ചോദിച്ചു. പിന്നെ അവർ എന്നെ ആംബുലൻസ് വിളിച്ചു വിട്ടത്. പുറത്തുനിന്നൊരു ആംബുലൻസ് അതിൽ കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് എത്തിയെന്നല്ലേ? മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുമ്പ് അനക്കെല്ലാം ഉണ്ടായിരുന്നു. 2-3 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ അനക്കം ഒന്നും ഇല്ലാണ്ടായി. എന്നാലും പോലീസുകാർ വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കാനൊക്കെ? എൻക്വയറിക്കായിട്ട് പോലീസ് വന്നിട്ട് പോലീസ് നിലവിൽ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും സംസാരിച്ചിട്ട് നോക്കും. എന്തായാലും കുടുംബം നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ദിലീപിൻ്റെ പിതാവ് ദിലീപ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൂടിയാലോചന ശേഷം അത് നിരൂപണം ഉണ്ടാകും. എന്നാലും ഈ വീട്ടിൽ വെച്ചാണ് ആ പാമ്പ് കടി ഏൽക്കുകയും ഏകദേശം 2:30 കൂടി പാമ്പ് കടിയേറ്റു. പിന്നീട് തൊട്ടടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നും പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിക്കുന്നത്. എന്തായാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. എങ്ങനെ പാമ്പ് അകത്ത് കയറി എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിനു മുമ്പ് വീട്ടിനുള്ളിലേക്ക് ഇത്തരത്തിൽ പാമ്പ് കയറിയിട്ടില്ല എന്നാണ് വ്യക്തമാക്കുന്നത്. അണലി അങ്ങനെ മറ്റു പാമ്പുകളുണ്ടെങ്കിൽ തന്നെ മൂർഖനെ ഈ പ്രദേശത്ത് അധികം കാണാറില്ലെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ഇത് താലൂക്ക് ആശുപത്രിയിലെ അധികൃതർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കണമെന്നൊരു ആവശ്യം തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. ക്യാമറമാൻ കണ്ണൻ തിരുമലിക്കൊപ്പം രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.